ഇരുന്നോളൂ. ഞങ്ങളുടെ ഈ സ്ഥലമൊക്കെ ഇഷ്ടമായോ? ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഇല്ല. ബാല, ശുഭയെ കാണാനില്ല. അവളുടെ മുറിയിൽ നിന്ന് കിട്ടിയതായി കത്ത്. എല്ലാവരും എന്നോട് പൊറുക്കുക. ഞാൻ ശ്രീധരനോടൊപ്പം പോകുന്നു. ആരും എന്നെ അന്വേഷിക്കണം. കൊണ്ട ജന്മം പേറി കിതപ്പിന്റെ ഭാരം താങ്ങി താന്തമാം ദൂരം താണ്ടും തീരാ സഞ്ചാരം. മാമഴക്കാലം പോലെ എരിവെയിൽ നാളം പോലെ ഓർമ്മകൾക്കുള്ളിൽ നീറും പൂവിൻ സഞ്ചാരം. വേനലിൻ തീരങ്ങൾ പിന്നിൽ മായുമ്പോൾ ആതിരാത്താരങ്ങൾ കനൽ പെയ്യുമ്പോൾ കടം കൊണ്ട ജന്മം പേറി ഇടത്തിൻ്റെ ഭാരം താങ്ങി. നിങ്ങൾ ജാലി കളിയിട്ട് വന്നതാ? അതെ. എവിടെ? സെക്രട്ടേറിയറ്റില്. നിങ്ങൾ എന്തൊരു ജാതി നായരാ? ചുമ്മാ അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചത്. ഞാൻ നായരാ. അതാ ആശാന്റെ മുറി. ലാഡ്ജുകൾ തുടങ്ങിയ കാലം തൊട്ടേ അദ്ദേഹം ഇവിടെ താമസം. കാണുന്ന പോലൊന്നുമല്ല, വലിയ പിടിപാടാ. മെനിഞ്ഞാന്നൊരു മന്ത്രി ഇവിടെ വന്ന് ചായകൾ കുടിച്ചിട്ടാ പോയത്. നിങ്ങൾ നിൽക്കുക, എനിക്ക് താഴെ കുറച്ച് ജാലികളുണ്ട്. ആരെന്തൊരു വേണം? ഞാൻ കാസർഗോഡ് നിന്ന് വരാം. സെക്രട്ടേറിയറ്റിൽ ഒരു ജോലിയായിട്ട് ജയകൃഷ്ണൻ സാർ തന്നു കേട്ടോ. പേരെന്തര്? ബാലേന്ദ്രൻ. ഇനീഷ്യലി ജാതി പേരൊന്നും ഇല്ലേ? ബാലേന്ദ്രൻ അടിക. അടിക എന്ന് പറഞ്ഞ നമ്പൂരിയാണ്? അതെ. വാ വാ. എനിക്ക് മക്കളായിട്ട് 7 എണ്ണം, 4 ആണും 3 പെണ്ണും. ഇളയ പെണ്ണൊഴിച്ച് ബാക്കി എല്ലാം തലയിരിഞ്ഞു പോയി. ഇളയ മോള് കഴിഞ്ഞ കർക്കിടകത്തിൽ ദീനം വന്ന് മരിച്ചുപോയി. അവിടെ ഒരു മോൻ കുറച്ചാലേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാഴ്ച ബംഗ്ലാവി വാച്ചറാ. 81 ലീഡർ സെറ്റപ്പ് ചെയ്ത് തന്നത്. അവൻ പെണ്ണായിട്ട് സിംഹം പോലത്തെ 2 പിള്ളേരുമായിട്ട് റാവച്ചമ്പലത്ത് താമസിക്കണം. തെക്കൻ ആകാരം എങ്ങനെ? വായിക്ക് രുചി കണ്ടോ എന്തര? കൊച്ചി കണ്ടോൻ അച്ച് വേണ്ട, കൊല്ലം കണ്ടോൻ ഇല്ലം വേണ്ട, ഹജൂർ കച്ചേരി കയറുന്നവന് നാടും വേണ്ട എന്നൊരു ചൊല്ലുണ്ട്. ഹജൂർ കച്ചേരി എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ്. ഈ സെക്രട്ടേറിയറ്റ് ജോലി എന്ന് പറഞ്ഞാൽ ഒരു കയറിൻ്റെ ഇങ്ങേയറ്റത്തെ പിടിയാ. കയറേണ്ടവൻ എത്ര വേണേലും പുഷ്പം പോലെ കയറിപ്പോവാം. ആ വിചാരമില്ലാത്തവൻ അവിടെ ഇരുന്ന് മൂത്ത് മുരടിച്ച് പെൻഷനാവും. വലിയ വർത്തമാനം പറയാനെന്ന് കരുതരുത്. എത്ര ആൾക്കാരെ എൻ്റെ സഹായത്തിൽ കയറി എവിടെ വരെ എത്തിയിരിക്കുന്നു. ഉള്ള ധൈര്യമായിട്ട് എൻ്റെ കൂടെ നിന്നോ, ഞാൻ എത്തിച്ചേരാം. വിചാരം വേണം. എതിരെ വരുമ്പോൾ ഒരു ചിരി. 10 പൈസ ചെലവില്ലല്ലോ. ഇന്ന് മാർച്ച് 22, നാളെ 23. ഈ മാർച്ച് 23ൻ്റെ പ്രത്യേകത എന്തിനാണെന്ന് പിള്ളേക്ക് അറിയോ?
1956 മാർച്ച് 23-നാണ് കേരളത്തിൽ ആദ്യമായി പ്രസിഡന്റ് ഭരണം വരുന്നത്. പത്മനാഭസ്വാമിക്ക് വഴിപാട് നടത്തിയിട്ട് വേണം ജോയിൻ ചെയ്യാൻ. പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ അടിക്കണം, വിഘ്നങ്ങൾ മാറാൻ. ഈശ്വര വിചാരം വേണം. 10 മണിക്ക് പടി ഇറങ്ങണം. 10 കഴിഞ്ഞാൽ രാഹുകാലമാണ്. 57 നമ്പൂരിപ്പാട് രാഹുകാലത്താണ് ഭരണം ഏറ്റെടുത്തത്. എന്നിട്ട് എന്തരായി? പിരിച്ചു വിട്ടില്ലേ പണ്ഡിറ്റ് നെഹ്റു സാറ്? അപ്പൊ ഇതിലൊക്കെ ചില സത്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് പാവിരിച്ച് കിടന്നോ. ചിത്രഭാനു സാറ് കിടന്നിരുന്ന് ഇവിടെ. ശ്രീപത്മനാഭ മേഘവർണ്ണം ശ്രീകാന്തം സെക്രട്ടേറിയറ്റ് വലിയൊരു കടല. ചിലപ്പോ വലിയ കാറ്റും കോളും കാണും, ചിലപ്പോ തിര തട്ടാതെ ശാന്തമായിട്ട് അങ്ങനെ കിടക്കും. നീന്താൻ വശമുള്ളവനെ മുങ്ങിത്തപ്പി മുത്തും പവിഴവും വാരാ. നീന്തലറിയാത്തവൻ വെള്ളം കുടിച്ച് തിരയിപ്പെട്ട് ഞെളിഞ്ഞ് ചാവും. ശ്രീപത്മനാഭ